ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോംസ് ആർട്സ് ആൻഡ് ഫ്ലേവേഴ്സ്. അപ്പോൾ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ബാർബിക്യൂ നേഷൻ പോകുക എന്നത്. ആക്ച്വലി അവിടെ പോകാത്തതിൻ്റെ മെയിൻ റീസൺ, അവിടെ പോയിട്ടുള്ള മിക്ക ഫ്രണ്ട്സും പറയാറുണ്ട് അവിടെ ഫുഡ് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം അങ്ങോട്ട് കഴിക്കാൻ പറ്റാറില്ല. അവിടെ നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് ബുക്ക് ചെയ്യണം കേട്ടോ. ഒരു ആപ്പ് ഉണ്ട്, ബാർബിക്യൂ നേഷൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യണം. ലൈക്ക് നമുക്ക് സീറ്റും ഇതും നമ്മൾ ഓൾറെഡി പേ ചെയ്യണം. സോ ഞങ്ങൾ ചെയ്യുമ്പോൾ ആ സമയത്ത് അഡൽട്ട്സിന് 800 5 ഇയർ കുട്ടികൾക്ക് 600 ആണ്. അപ്പോൾ ഞങ്ങൾ ചിക്കുവിന് പിന്നെ ഞങ്ങൾ പേ ചെയ്യേണ്ടി വന്നില്ല. ബട്ട് മൂത്ത മോൾക്ക് പേ ചെയ്യേണ്ടി വന്നു. സോ അവിടെ ഒരു ബഫേ സിസ്റ്റം പോലെയാണ് കേട്ടോ. ഈ ഗ്രിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ നമുക്ക് സെർവ് ചെയ്യും. ബാക്കി ഫുഡ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് എടുത്ത് കഴിക്കണം. അപ്പം അങ്ങനെയാണ് സംഭവം അവിടെ. ഇപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, നമ്മളൊരു ടേബിളിൻ്റെ നടുക്കായിട്ടൊരു കുഴി പോലൊരു സംഭവം, അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ സംഭവങ്ങൾ ഇവർ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ഈ ഗ്രില്ലൊക്കെ നമ്മൾ നല്ല ചൂടോടുക്കനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല രസമാണ്. നമ്മൾ ജസ്റ്റ് ഈ സംഭവം എടുക്കുക, നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടാൻ, നമ്മൾ കഴിക്കുക, അത്രയേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. അത് ആ ഒരു ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. അതിൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ചാർക്കോളൊക്കെ ഉണ്ട്, അവരിട്ടിട്ടുണ്ട് താഴെയായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ചൂടിൽ അതിങ്ങനെ നല്ല ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കും. നല്ല ചൂടോടുക്കനെ നമുക്ക് കഴിക്കാം. അപ്പം ഞങ്ങൾക്ക് ഗ്രില്ലായിട്ട് കിട്ടിയിരുന്നത് ഫിഷ് ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 സംഭവങ്ങളാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കുമ്പോഴേക്കും എൻ്റെ മോളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇതെന്ത് സംഭവം, ഇതിപ്പോൾ വേറെ ടേസ്റ്റാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആക്ച്വലി ചിക്കൻ, ഫിഷ്, പിന്നെ അതുപോലെ പ്രോൺസ് ഇതൊക്കെയാണെന്നുള്ളത്. പിന്നെ അവിടുത്തെ സെർവ് ചെയ്യുന്ന ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും അവർ എക്സ്പ്ലെയിൻ ചെയ്യും. എന്ന് വെച്ചാൽ നമുക്കൊരു പേടിയുണ്ടാവും ആക്ച്വലി ഇവിടെ ചെന്ന് കഴിഞ്ഞ് എങ്ങനെയാണ് സംഭവം, ഇതെന്താണ്. ശരിക്കൊരു എന്താ പറയുക, ആദ്യമായിട്ടാണ് പോണേ എന്നുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്ങനെയാണ് സംഭവം, എന്തൊക്കെയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും അവിടെ സെർവ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പറഞ്ഞുതരും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും അവർ ഓടി വന്ന് നമ്മളെ ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഗ്രില്ല് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബഫേ അവിടേക്ക് പോയി. കറികൾ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ കറികൾ തന്നെ പലതരം ഉണ്ട്. അതായത് ഫിഷ് കറി ഉണ്ട്, മട്ടൻ കറി ഉണ്ട്, പ്രോൺസ്, അങ്ങനത്തെ എല്ലാ കറികളും ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് സത്യം പറയാൻ അത്ര അറിയില്ല. വെജും ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ മിക്കതും നോൺ വെജിൻ്റെ ഭാഗത്തായിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, റൈസൊന്നും അധികം എടുക്കണ്ട, നമുക്ക് കറികൾ എടുക്കാം, ജസ്റ്റ് കറികളെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം പറയാൻ ഒന്നും കഴിക്കാനുള്ള സ്ഥലമില്ല. ഞങ്ങൾ ഒരു 5-10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഓരോന്ന് എടുത്തത് തന്നെ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ സ്വീറ്റ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്വീറ്റ്, കേക്ക്, പേസ്ട്രീസ്, എല്ലാ സംഭവങ്ങളും, ജെല്ലി ഉണ്ടായിരുന്നു, കസ്റ്റേർഡ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അതൊന്ന് ജസ്റ്റ് 2 ദിവസം 4 ദിവസം ഞങ്ങൾ എടുത്തിരുന്നു എല്ലാം അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സൂപ്പർ ആയിരുന്നു, സത്യം പറയട്ടെ, അടിപൊളിയായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡും അതെ പറയുകയും ചെയ്യുന്നുണ്ട്, ഇനി ഒന്നുകൂടി ഒന്ന് പോകണം, നമുക്ക് അവിടെ പോയിട്ടൊന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ടൊന്ന് ഇരുന്ന് കഴിക്കണം. എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മേനെയും ഒന്ന് അവിടേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം പിന്നെ അവരും കൂട്ടിയിട്ടൊന്ന് പോകണം. ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു വെള്ളം കുടിക്കാനായിട്ട് ഞങ്ങൾ ലെമണാണ് കേട്ടോ ഓർഡർ ചെയ്ത്. വേറെ ഒന്നുമല്ല, ഇതൊക്കെ കഴിച്ചിട്ടൊന്ന് ഡൈജസ്റ്റ് ആവണ്ടേ. അറ്റ്ലീസ്റ്റ് ലെമൺ ജ്യൂസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആക്ച്വലി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. കുൽഫി, മാംഗോ കുൽഫി ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. അതും നല്ലതായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാർബിക്യൂ നേഷനിൽ പോകണം എന്നുള്ളവർക്ക് ആദ്യം ചെയ്യേണ്ടത് ബുക്കിംഗ് ചെയ്യണം. അത് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവരാദ്യമേ പറഞ്ഞു, അയ്യോ നിങ്ങൾ ആദ്യം ബുക്ക് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ പുറത്ത് നിന്നിട്ട് തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ തന്നെ സംഭവം നമുക്ക് സീറ്റൊക്കെ റെഡിയായി, അങ്ങനെ കിട്ടി. ഞങ്ങളിപ്പോൾ പോയ ബാർബിക്യൂ നേഷൻ യലങ്കയിൽ ന്യൂ ടൗണിലാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാണണം. അതിന് കാണാൻ മാത്രം അധികമൊന്നുമില്ല, എന്നാലും നല്ല രസമാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക, കുറേ നേരം അവിടെ അവരുടെ ഫാമിലീനൊക്കെ കൊണ്ടുവന്ന് അവിടെ കുറേ നേരം ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലോണം ഫുഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ വിചാരിച്ച പോലെ നല്ലോണം കഴിക്കാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ഒന്ന് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, അത് മുഴുവൻ കഴിച്ചു തീർക്കണമെങ്കിൽ. പക്ഷെ എന്നാലും കാശ് കൊടുക്കുന്നതിനനുസരിച്ച് സംഭവം നമുക്ക് എത്തിയിട്ടാണ്.
ബാർബിക്യൂന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ചെറിയ ഫോട്ടോസൊക്കെ എടുക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. സോ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ആക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്ത് വന്നാലും ഞങ്ങൾക്കത് അത്യാവശ്യമാണ്. സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും പറ്റില്ല. മാക്സിമം നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ട് അത്യാവശ്യമാണ് എനിക്ക്. സോ പ്ലീസ് സപ്പോർട്ട്. കുറേ പേര് FBയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് സത്യം പറയാൻ റിപ്ലൈ തരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് പറ്റുന്നില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. യൂട്യൂബ് തന്നെ വീഡിയോസ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ. സോ എല്ലാവരും ടേക്ക് കെയർ. ബൈ, സീ യു.